ഈത്തമാമ്പഴം ഇരിക്കുന്നു. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണെന്ന് മനസ്സിലായാൽ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതിനാണ് വാശി കാണിക്കേണ്ടത്. ഇപ്പൊ മത്സരം നടക്കുന്നു, ഇലക്ഷൻ കഴിഞ്ഞു, എന്തൊക്കെയായിരുന്നു ബദറും മുഹദും ഹന്തക്കും ഹൈബറൊക്കെ. ഇപ്പൊ കാണാൻ റിസൾട്ട് വരുമ്പോ ഈ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? എന്റെ സഹോദരൻ, നമ്മൾ മത്സരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ്. എങ്കിൽ ഒരിക്കൽ സഹാബത്തിന്റെ ഇടയിൽ ഒരു മത്സരം നടന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, അള്ളാന്റെ ദീനിനെ സഹായിക്കണം, ഉള്ളത് കൊണ്ടുവാ സഹാബ. എല്ലാരും വീട്ടിലേക്ക് മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, അബൂബക്കറിനെ തോപ്പിക്കണം. തെരഞ്ഞെടുപ്പിനല്ല, പള്ളിയിലെ ഇലക്ഷൻ അല്ല, ആലോചിക്കേണ്ടത് എവിടെയാ? അബൂബക്കർ തങ്ങളെ എനിക്ക് ഒരിക്കലെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തണം. ഉമർ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ചിന്ത ഇതാ. കാരണം എന്തു പറഞ്ഞാലും അബൂബക്കർ തങ്ങളെ ഒന്നാമൻ, എന്ത് നന്മ പറഞ്ഞാലും ഈ ചങ്ങാതിയാണ് എന്നും വിജയിക്കുന്നത്. ഒരിക്കൽ നബി തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കകത്തിരുന്നു കൊണ്ട് ചോദിച്ചു, സ്വഹാബ മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, നബിയെ, എനിക്കിന്ന് നോമ്പാ നബിയെ. രണ്ടാമത്തെ ചോദ്യം, ഇന്ന് രോഗസന്ദർശനം നടത്തിയ ആരെങ്കിലും ഉണ്ടോ? അസർ കഴിഞ്ഞല്ലേ ചോദിക്കണം സുബഹിക്ക്. അപ്പോഴും ഈ ചങ്ങാതി എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, ഞാനുണ്ട് നബിയെ. ഇന്ന് സദക്ക കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയെ. എന്തു പറഞ്ഞാലും അബൂബക്കർ തങ്ങളെ ഇന്ന് ഒന്നാമൻ. അതുകൊണ്ടാണ് ഉമറിനൊന്ന് പരാജയപ്പെടുത്തണമെന്ന് തോന്നിയത്. നേരെ വീട്ടിൽ ചെന്നു, തന്റെ സമ്പാദ്യം മുഴുവനും 2 വിഹിതമായി മാറ്റിവെച്ചു. എന്തായാലും അബൂബക്കർ ഇത്രയും കൊണ്ടുവരൂല. തന്റെ സമ്പത്തിന്റെ നേറു പകുതി എടുത്ത് ഇലാ ഹദറത്തി റസൂലില്ല, നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. തന്റെ സമ്പാദ്യത്തിന്റെ പകുതി കൊണ്ടുവന്ന് നബിതങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. ഇതാ നബിയെ, എന്റെ സമ്പത്തിന്റെ പകുതി. അള്ളാന്റെ റസൂലിന് സന്തോഷമായി. നബിതങ്ങൾ ഉമർ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ ഓരോ സ്വഹാബികളും അവരവരുടെ കയ്യിലുള്ളത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഉമർ തങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. അബൂബക്കർ വരുന്നില്ലല്ലോ, അബൂബക്കർ വരുന്നില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഏറ്റവും അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറിയ പൊതിയുമായിട്ട് വരുന്നുണ്ട്. ഉമർ തങ്ങൾക്ക് സന്തോഷമായി. എന്റെ അത്ര എന്തായാലും ഇല്ല, എന്തായാലും ഉമർ ജയിക്കും, അബൂബക്കർ പരാജയപ്പെട്ടു പോകും. അങ്ങനെ നബിതങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോ ഉമർ തങ്ങൾ നേരെ നബിതങ്ങളുടെ അടുത്ത് വന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ ചെറിയ പൊതി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. നബിതങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, ഇനി വീട്ടിൽ എന്തുണ്ട്? ഇനി നിന്റെ വീട്ടിൽ എന്തു ബാക്കിയുണ്ട്? അള്ളാഹും അവന്റെ പ്രവാചകനുമുണ്ട് നബിയെ. സർവ്വതും കൊടുത്തു കളഞ്ഞു. ഇതായിരുന്നു അബൂബക്കർ തങ്ങൾ. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്. ഇതായിരുന്നു മത്സരം. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന്റെ ഇടയിലുള്ള മത്സരം ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പെങ്ങള്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കണേ. നല്ല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കണം. ആ നന്മ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ മത്സരിക്കണം. അത് നല്ല ഒരു സ്വഭാവമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു നന്മ വഅദ് കേട്ടാൽ മാത്രം പോരാ. എന്റെ പെങ്ങളോട് പറയുന്നത്, വഅദ് കേട്ടാൽ മാത്രം പോരാ, കേൾക്കുന്നത് ചെയ്യുകൂടെ വേണം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ വഅദ് കേൾക്കണ ആരാ? നിങ്ങൾ 24 മണിക്കൂറും വഅദല്ലേ. ഇപ്പൊ ഓൺലൈനിന്റെ കാലം. നേരം വെളുത്താ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. നേരം വെളുത്തു കഴിഞ്ഞാൽ രാത്രി വരെ വഅദ. ഈ കേൾക്കണതൊക്കെ ചെയ്യുന്നുണ്ടോ താത്താമാരെ? അതാ എനിക്കറിയേണ്ടത്. വഅദ് കേട്ടാ പോരല്ലോ, ആ കേൾക്കുന്നത് ഇൽമല്ലേ, അറിവല്ലേ, അത് ജീവിതത്തിൽ ചെയ്യണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. റക്കബറല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എനിക്ക് കോഴിക്കോട് ഭാഗത്തൊരു സ്ഥലത്ത് വഅദിന് പോയപ്പോ ഒരു പ്രായമുള്ള ഉപ്പ എന്നെ കണ്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ വഅദ് പറയണ ഉസ്താദല്ലേ? ഞാൻ പറഞ്ഞു, അതേപ്പാ. ഉസ്താദ് ദയവ് ചെയ്തിട്ടൊരു കാര്യം പറയണം കേട്ടോ, എന്നോട് പറയാൻ പറഞ്ഞൊരു കാര്യാ. ഉസ്താദ് വഅദിന്റെ മജ്ലിസിൽ പറയാൻ വേണ്ടി പറഞ്ഞു തന്നൊരു കാര്യാ. ആ വാപ്പ രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ പോകും. സുബഹി നിസ്കരിക്കാൻ വേണ്ടി ആ സാധു രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ആ വാപ്പ വീട്ടിലേക്ക് മടങ്ങി വന്നു. വീട്ടിലേക്ക് നടന്നു വന്നിട്ട് തന്റെ ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ, ഒരു ഗ്ലാസ് ചായ തരാൻ. പള്ളിയിൽ പോയി നിസ്കരിച്ച് ക്ഷീണിച്ച് വീട്ടിൽ വന്ന ഭർത്താവ് തന്റെ ഭാര്യയോട് ചോദിച്ചു, ഒരിത്തിരി ചായ തരാൻ. ഇപ്പൊ ഭാര്യ പറയാ, ഞാൻ മജ്ലിസിൽ ഇരിക്കുക, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന്. സുബ്ഹാനല്ലാഹ്.
ഓള് വഴുത് കേട്ടോണ്ടിരിക്കുകയെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ. സ്വന്തം ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ നീ വഴുത് കേട്ടിട്ട് എന്ത് ചെയ്യാനാ തത്ത? അങ്ങനൊന്നും വഴുത് കേൾക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് വഴുത് കെട്ടില്ല എന്ന് പറഞ്ഞ അല്ല നിന്നെ നരകത്തിൽ വിടൂല. ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ നീ നരകത്തില. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിപ്പോ എന്റെ വഴുതാണെങ്കിൽ അങ്ങനൊന്നും കേൾക്കരുത്. ഇപ്പൊ എല്ലാരും എന്നോട് തന്നെ പലരും പറയാറുണ്ട്, ഉസ്താദ് നിങ്ങളുടെ വഴുത് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നേന്ന്, നിങ്ങളുടെ വഴുത് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നേന്ന്. പണ്ട് പാട്ട് കേട്ടിട്ടായിരുന്നു ഉറങ്ങുന്നേ, ഇപ്പൊ വഴുത് കേട്ടിട്ടാ ഉറങ്ങുന്നേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കേട്ടാൽ മാത്രം പോരാ, കേൾക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. ആ കണക്ക് നോക്കുവാണെങ്കിൽ ഇനി ജീവിതത്തിൽ വഴുത് കേൾക്കണ്ട. അത്രയ്ക്കും കേട്ട് കഴിഞ്ഞു, അത്രയ്ക്കും കേട്ട്. നിങ്ങൾ തന്നെ ഒരു വഴുത് പറയാ. പണ്ട് കല്യാണ വീട്ടില് പാട്ട് പാടും, ഇപ്പൊ വഴുത് പറയും. ഓരോ മോഡലാ, ഓരോ ഉസ്താദന്മാരുടെ വഴുത്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉസ്താദന്മാര് പ്രസംഗിക്കുന്ന പ്രസംഗം ഇട്ടിട്ടാണ് ഇന്ന് കുട്ടികൾ റീൽസ് ചെയ്യുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരറിവ് പഠിച്ചാൽ ആ അറിവ് ചെയ്യണം ജീവിതത്തിൽ. അപ്പോഴാണ് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു നന്മ പറഞ്ഞു തരാം.